بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായമായ സൂറത്ത് സുമറിലെ 41-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗമാണ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വമാ അൻത അലൈഹിം ബിവകീൽ. ഈ ഭാഗം ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ഒരു സ്ഥലത്ത് ഒരു ചോദ്യം ചോദിക്കുന്നു. അതാണ് ഇതിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് അവസാനമായി പഠിക്കാനുള്ള ആയത്ത്. അഥവാ നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചത് വമാ അൻത അലൈഹിം ബിവകീൽ എന്നതിനെ വ്യത്യസ്ത ആയത്തുകളിലൂടെ, അഥവാ പരിശുദ്ധ ഖുർആനിലെ വിവിധ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ. അതായത് ഈ ആയത്തിന്റെ ആദ്യ ഭാഗം മുതൽ തീർച്ചയായും ഈ ഗ്രന്ഥം നിനക്ക് കുറെ സത്യങ്ങളാണ് ഇറക്കി തന്നത്, അതുകൊണ്ട് ഇത് ആര് സ്വീകരിക്കുന്നുവോ അതിന്റെ ഗുണം അവർക്ക് തന്നെയാണ്, ആരാണോ അതിൽ നിന്ന് മാറിക്കളയുന്നത് അതിന്റെ ദോഷം അവർക്ക് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് നബിയെ താങ്കൾ അവരുടെ മേൽ കൈകാര്യകർത്താവ് ഒന്നുമല്ല എന്ന് അല്ലാഹു പറഞ്ഞത്. അപ്പൊ അതിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ്. ഇനി ഇന്ന് ഈ ആയത്ത് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പൊ നമുക്ക് അല്ലാഹു തആല സൂറത്തുൽ ഫുർഖാൻ എന്ന് പറയുന്ന 25-ാമത്തെ സൂറത്താണ്. ഖുർആനിന്റെ മറ്റൊരു പേരാണ് ഫുർഖാനുൽ അളീം. അപ്പൊ ഈ സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു ഒരു ചോദ്യം ചോദിച്ചു വെച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ ഇതുവരെ വായിച്ച ഏകദേശം ഒരു 10-20 ആയത്തുകളിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള കാര്യം. ഈ ചോദിച്ച ചോദ്യം, അപ്പൊ ആ ചോദ്യമാണ് ഇനി കാണാൻ പോകുന്നത്. ഉത്തരമാണ് നമ്മൾ പഠിക്കുന്ന ആയത്തടക്കം നമ്മൾ നോക്കിയ ആയത്തുകളൊക്കെ അല്ലാഹുവിന്റെ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ്. ആ ചോദ്യം എവിടെയാണുള്ളത് അതാണ് നമ്മൾ കാണാൻ പോണത്. ആ ചോദ്യം സൂറത്തുൽ ഫുർഖാനിലാണുള്ളത്. എല്ലാവരും ഫുർഖാൻ പഠിക്കുക. ആ സൂറത്ത് 25-ാമത്തെ അധ്യായം. സൂറത്ത് 2 അതിൽ 41 മുതൽ 44 വരെയുള്ള ആയത്തുകൾ. 41 മുതൽ 44 വരെയുള്ള ആയത്തുകൾ ഒന്ന് വായിച്ചോളെ. إن كان ليضلنا عن آلهتنا
ആയത്ത് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ ഭാഗം 43-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്തിന് കാണാം. ചോദ്യം 43-ാമത്തെ ആയത്തിന്റെ അവസാനം. അഫ അൻത തഖൂലു അലൈഹി വകീല. അഫ അൻത തഖൂലു അലൈഹി വകീല. എന്നിരിക്കെ നീ അവരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അവന്റെ കാര്യത്തിൽ നീ വക്കീലാണോ, ചുമതല ഏൽപ്പിക്കപ്പെട്ടവനാണോ എന്ന് വാക്ക് ചോദിക്കുക. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് അള്ളാന്റെ പറഞ്ഞത്. എന്ത്? നീ ഒരിക്കലും അവരുടെ മേൽ വക്കീലല്ല. അപ്പൊ ഈ ചോദ്യം പെടേണ്ടത് എന്താണ് ഇവിടുത്തെ വിഷയം? നമ്മൾ ഇതുവരെ പറഞ്ഞ നമ്മളിപ്പോ നിങ്ങൾ ശരിക്കും ഈ ആയത്തുകളൊക്കെ കൃത്യമായി എഴുതി വെച്ച് നമ്പർ എഴുതി വെച്ച് ഞാനിപ്പോ ഈ പറഞ്ഞ ആയത്തുകൾ മുഴുവനും പഠന വിധേയമാക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ വക്കീൽ എന്ന ഈ ഒരു അള്ളാഹു പറഞ്ഞ നീ ഒരിക്കലും അവരുടെ മേൽ വക്കീലല്ല എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ് എന്നതാണ് നമ്മൾ 20ഓളം ആയത്തുകൾ, 20ലധികം ആയത്തുകളിലൂടെ നമ്മൾ പഠിച്ചത്. ആ ആയത്തുകളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളൊരു കാര്യം ഇതിനൊരു പഠന വിധേയമാക്കുകയാണെങ്കിൽ അതിൽ പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളുടെ ഒക്കെ ഒരു ചുരുക്കമാണ് അല്ലാഹു തആല ഈ 41 മുതൽ 44 വരെയുള്ള ആയത്തിൽ പറഞ്ഞത്. മനസ്സിലായോ? നമ്മള് ഈ ഇതുവരെ പരിശോധിച്ച 20ഓളം ആയത്തുകൾ അലൈഹി വക്കീൽ എന്നതിനെ പരിശോധിച്ച് 20ഓളം ആയത്തുകളെ നിങ്ങൾ ശരിക്കും സ്റ്റഡി ചെയ്യുന്ന ആളാണെങ്കിൽ, അതിനെ നോക്കിയിട്ട് അങ്ങനെ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും അള്ളാഹു പറഞ്ഞത് ഒരു ഉത്തരമാണ് അലൈഹി വക്കീൽ എന്നുള്ളത്. ആ ഉത്തരം അള്ളാഹു ഒരു ചോദ്യമായി ചോദിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ ഫുർഖാനിൽ കണ്ടത്. ഫുർഖാനിലെ 43ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്ത് കണ്ടത് ആ ചോദ്യമാണ്. അഫ അൻത തഖൂലു അലൈഹി വകീല. അഫ അൻത തഖൂലു അലൈഹി വകീല. ഒരു ചോദ്യം. അഫ അൻത തഖൂലു അലൈഹി വകീല എന്നത് ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് എന്ത്? വമാ അൻത അലൈഹി വകീൽ. പറഞ്ഞ മനസ്സിലാവുന്നു? ഇനി ഈ 41 മുതൽ നമ്മൾ വായിച്ച 44 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ നമ്മൾ പരിശോധിച്ച വിഷയത്തിന്റെ ചുരുക്കമാണ്. എന്തൊക്കെയാണ് നോക്കാം. 41ാമത്തെ ആയത്ത് ഞാൻ വായിക്കാൻ ശ്രദ്ധിക്കണം, അർത്ഥം ശ്രദ്ധിക്കണം. നിന്നെ അവർ കാണുമ്പോഴെല്ലാം ഒരു പരിഹാസ കഥാപാത്രം, ഒരു പരിഹാസ കഥാപാത്രമായിക്കൊണ്ടല്ലാതെ നിന്നെ അവർ കാണൂല. എങ്ങനെ? നബിയോട് ഇന്ന് ഒരു വിഭാഗം ആളുകളെ മുന്നിൽ റസൂൽ ആരാ? ഒരു പരിഹാസ കഥാപാത്രമാണ് അല്ലെ? റസൂലില്ലാത്ത കുറ്റുണ്ടാവും, റസൂലില്ലാത്ത കുറവുണ്ടാവും. സ്ത്രീലമ്പടനാണ്, ഇത്തരത്തിൽ വിവാഹം ചെയ്ത ആളാണ്, അങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം ഒരു നമ്മുടെ നാടുകളിലൊക്കെ ചില ആൾക്കാരുണ്ടാവില്ല, എപ്പോഴും എല്ലാവരും കളിയാക്കണ ഒരു മൈൻഡ് ചങ്ങാതി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും. ചില നാട്ടുപുറത്തൊക്കെ ഉണ്ടാവും. എല്ലാവരും എന്താക്കും? എല്ലാവരും ഫോണൊക്കെ പുറത്തു തട്ടിപ്പോവും, എല്ലാവരും ഒന്ന് കളിയാക്കും. എല്ലാവരും പരിഹസിക്കും. ആൾക്കാർ കൊണ്ടെടുത്തൊക്കെ ഓനെ കളിയാക്കിയാൽ എല്ലാവർക്കും രസമായിക്കാരം, ഒരു തമാശയിക്കാരം. അങ്ങനെ ഒരു പരിഹാസ കഥാപാത്രം നമ്മളൊക്കെ നാട്ടിൻപുറത്ത് പല ആളുകൾക്കിടയിലും ഒരു പോറ്റക്കാരെന്ന് പറഞ്ഞിട്ടില്ല ഒരാള് നബിനോട് പറയാണ്, നബിയെ താങ്കളെ അവർ കാണുമ്പോൾ അങ്ങനെയാണ് അള്ള പറയണം. നിന്നെ അവർ കാണുമ്പോഴെല്ലാം നിന്നെ പരിഹാസപാത്രമാക്കിക്കൊണ്ടാണ് അവർ കാണുന്നത്. അവർ ചോദിക്കാണ്, അവർ ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? അള്ളാഹു ദൂതനായി നിയോഗിച്ചിരിക്കുന്നത് ഇവനെയാണോ? ഇവനെയാണോ അമ്മ ദൂതനാക്കി റസൂലാക്കി നിയോഗിച്ചത്?
കളിയാക്കിയിട്ട് പരിഹാസമായിട്ട് ഒരു ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഈ പോയത്തക്കാരനെയാണോ ഇവനെയാണോ അള്ളാഹു റസൂലായി നിയോഗിച്ചിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. പരിഹാസ കഥാപാത്രമാക്കിക്കൊണ്ട് അള്ളാഹുന്റെ റസൂലിനെ കാണുമ്പോഴൊക്കെ അള്ളാഹുന്റെ റസൂൽ പറയും, നിന്നെ കാണുമ്പോഴൊക്കെ അവർ അങ്ങനെ പറയാം കളിയാക്കിയിട്ട്. ഇന്ന് നമ്മൾ ലോകത്ത് ഇത് റസൂലുള്ളാഹിന്റെ കാലത്ത് അത് റസൂലുള്ളാഹിക്ക് ഡയറക്റ്റ് അനുഭവിക്കേണ്ടി വന്ന സംഗതിയാണ്. ഇവനെ കളിയാക്കി പരിഹസിച്ച് പിന്നെ ഒട്ടകത്തിന്റെ ചാണകം കൊണ്ട് എറിഞ്ഞ് ഭ്രാന്തനാന്ന് പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് റസൂലിനെ അങ്ങേയറ്റം പരിഹസിച്ച് കളിയാക്കി നബിക്ക് ഒരുപാട് പീഡനങ്ങളും മർദ്ദനങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വന്നു ചെയ്യും. ഇന്ന് അതിലും വലിയ പീഡനങ്ങളും മർദ്ദനങ്ങളും അള്ളാഹു റസൂലിനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താ പറയുക? ലോകത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പിന്നെ വന്നൊരു കണക്ക് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം മതമാണ്, പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യന്റെ കണക്ക് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു പറഞ്ഞു, ഇന്ത്യയുടെ കണക്ക്, ഇന്ത്യയിൽ പാകിസ്ഥാനിലുള്ളതിനേക്കാൾ മുസ്ലിമീങ്ങൾ ഇന്ത്യയിൽ എണ്ണത്തിൽ വർദ്ധിക്കാൻ പോവുകയാണ്. കണക്ക് പ്രകാരം പറയുന്നത് എണ്ണത്തിൽ വർദ്ധിക്കാൻ പോകും. ഒരു മുസ്ലിമിന്റെ എണ്ണത്തിൽ വർദ്ധിക്കലല്ല ഇസ്ലാമിന്റെ കാര്യം എന്നുള്ളത് വേറെ വിഷയം, നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഇസ്ലാം ഒരു രാജ്യത്ത് വ്യാപിക്കുന്നത് കൊണ്ട് ആർക്കും അതുകൊണ്ട് ഒരു ദ്രോഹവും ഒരു ഉപദ്രവം ഉണ്ടാവില്ല. അവിടെ ആ നാട്ടിലുള്ള ഒരു അമുസ്ലിമീങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. മുസ്ലിമീങ്ങൾ നാട്ടിൽ എണ്ണം കൊണ്ട് വ്യാപിച്ചാൽ ആ നാട്ടിലെ മുസ്ലിമീങ്ങളല്ലാത്ത ആൾക്കാർക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ മലപ്പുറം ജില്ലയിൽ വരുന്ന പിന്നെ വ്യത്യസ്ത പിന്നെ ജില്ലകളിൽ നിന്നൊക്കെ വരുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ മലപ്പുറം ജില്ലയിൽ വന്നാൽ ഒരു ഭൂമി പറഞ്ഞ സംഗതിയുണ്ട്. നമ്മളെ ഇന്ത്യയിൽ സാധാരണ കിടക്കുന്ന സംഗതിയാണ്. എല്ലാ ഉദ്യോഗസ്ഥരും വരുമ്പോൾ ഭയങ്കര പേടിയാണ് മലപ്പുറത്ത് കാണുന്നത്. പക്ഷെ ഇവിടെ വന്ന് ഈ ആളുകളെ ഇടപഴകലും ആളുകളുടെ പിന്നെ പെരുമാറ്റവും അവരുമായിട്ടുള്ള സമ്പർക്കവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ ഇത്രയും കാലം ജോലി ചെയ്ത വലിയ വലിയ ഉദ്യോഗസ്ഥന്മാര് അവർ ജോലി ചെയ്ത പല ജില്ലകളെക്കാൾ എത്രയോ ആളുകൾ, നല്ല ആളുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടുന്ന് പോകാൻ തോന്നൂല എന്നൊക്കെയാണ് പല ആൾക്കാരും. യാത്രയൊക്കെ കൊടുക്കുമ്പോൾ കരഞ്ഞിട്ടൊക്കെയാണ് പല ആൾക്കാരും. അത് ജില്ലാ കളക്ടർമാരാകാം, വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരാകാം പലരും. എന്തുകൊണ്ടാണ് മുസ്ലിമിന് ഇസ്ലാമിന് ഒരു അതിൻ്റെതായ ഒരു മുസ്ലിമിന്റെ മനസ്സിൽ തന്നെ. അപ്പൊ നോക്കിയത് ലോകത്ത് ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഏത് പട്ടിണി പാവങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലമാണെങ്കിൽ പോലും അവിടെ വേറൊരാൾ പട്ടിണി കിടക്കരുത് ഒരു മനസ്സാണ് എനിക്കുണ്ടാകുക. പട്ടിണി പാവങ്ങൾ മാത്രമുള്ള സ്ഥലത്താണെങ്കിൽ പോലും അവരവൻ പട്ടിണി കിടക്കുകയാണെന്നുള്ളതിന് ഓർമ്മ പോലും പലർക്കുണ്ടാവില്ല വേറൊരാളുടെ കാര്യത്തിലേക്ക്. അത് ഈ മതം നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഈമാനിന്റെ ഒരു ഭാഗമാണെന്നൊക്കെ. അപ്പൊ ഒരു നാട്ടിൽ എണ്ണം കൊണ്ട് വർദ്ധിക്കലല്ല. അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് പറയുന്നത് പോലെ ലോകത്ത് വേറെ ഏതൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു മത ആചാര്യന്റെ അല്ലെങ്കിൽ വേറെ ഏതൊരു വ്യക്തിയുടെ പേരാണ് ലോകത്ത് പറയുന്നത്. അള്ളാഹു റസൂലിന്റെ പേര് പറഞ്ഞ പോലെ ഉണ്ടോ? അഷ്ഹദു മുഹമ്മദൻ റസൂലുള്ളാഹ്. ലോകത്തിൽ ദിക്ർ എന്ന് അള്ളാഹ് പറഞ്ഞതാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അതിന്റെ മറുവശം എന്താണ്? ലോകത്ത് ഏറ്റവും കിട്ടുന്നവരൊക്കെ കിട്ടുന്ന വഴികൊണ്ട് അടിക്കൽ ആരെയാണ്? ഇസ്ലാമിനെ വിമർശിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ അടിക്കണത് ആരെയാണ്? അള്ളാഹു റസൂലിനെയാണ്, റസൂലുള്ളാഹിനെയാണ്. ഇസ്ലാമിനെ വിമർശിക്കുന്നവരും ഇസ്ലാമിനെ പരിഹസിക്കുന്നവരൊക്കെ ഉപയോഗിക്കുന്നത് ആരെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. ആ നബിയുടെ വ്യക്തിത്വത്തെ ഞാൻ ചോദിച്ചത് അത് അന്ന് മുതലേ ഉണ്ട്. ശരി, ഇനി ബാക്കി വായിക്കും. ഈ കാലം ഇനി അവര് പറയുന്ന രണ്ടാമത്തെ വാക്ക്, നബിനെ പരിഹാസ കഥാപാത്രമാക്കിക്കൊണ്ട് ഒത്തു പറഞ്ഞത് ഇവനെയാണോ അള്ളാഹ് റസൂലായി നിയോഗിക്കാൻ കണ്ടത്? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ ഈ ഇലാഹുകളുണ്ടല്ലോ, ഈ ഇലാഹുകളുടെ ആരാധന്മാരുടെ കാര്യത്തിൽ നാം ക്ഷമയോടെ ഉറച്ചു നിന്നിട്ടില്ലായിരുന്നില്ലെങ്കിൽ ഇവൻ നമ്മളെ ഇതിൽ നിന്ന് തെറ്റിച്ച് കളയുമായിരുന്നു എന്നും അവർ പറയും. കാരണം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അവരെ ഇലാഹുകൾ. ഇലാഹല്ല, ഇലാഹുകൾ, ആരാധ്യന്മാര്. അപ്പൊ നമ്മൾ ശരിക്കൊന്ന് ക്ഷമിച്ച് സബറായിട്ട് നിന്നിട്ടില്ലായിരുന്നില്ലെങ്കിൽ ഇവര് നമ്മളെ എല്ലാവരും എന്താക്കും? ഇതിൽ നിന്നൊക്കെ ഈ
ആരാധ്യന്മാരെ ആരാധിച്ച് ജീവിക്കുന്നതിലൂടെ തെറ്റിച്ചു കളയുമായിരുന്നു എന്നും അവർ പറയും. പക്ഷേ ശിക്ഷ നേരിൽ കാണുന്ന സമയത്ത് അവർക്ക് അറിയാൻ സാധിക്കും ആരാണ് ഏറ്റവും വഴിപിഴച്ചവനെന്ന് അവർക്ക് ബോധ്യപ്പെടും എന്ന് അല്ലാഹു ആ ആരാധ്യന്മാരെ ആരാധിച്ചുകൊണ്ട് സംതൃപ്തമായി ജീവിതം നയിക്കുന്ന ആൾക്കാരോട് അന്ന് പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് കേട്ടോ, തന്റെ ആരാധ്യനെ തന്റെ തന്നിഷ്ടമാക്കിയവനെ നീ കണ്ടുവോ? ആരാധ്യനെ തന്നിഷ്ടമാക്കുക എന്ന് പറയുന്ന അർത്ഥം ഇഷ്ടത്തെ ഒരു പുതിയ ഒരു ഇസണ്ട്, അവനവനിസം എന്നിട്ടുണ്ടോ? എന്താണ് അവനവനിസം എന്ന് പറയുന്ന പുതിയ ഇസണ്ട്, ഒരു പുതിയ ഇസം. അപ്പൊ ഇന്നിപ്പോ ലോകത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് അവനവനിസം. നാളെ എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യും, എനിക്ക് എന്റെ വിസം, ഞാൻ തന്നെ എന്ത് ചെയ്യാം, ഞാൻ തന്നെ ഒരു ആചാര്യൻ, ഞാൻ തന്നെ ഒരു പണ്ഡിതൻ, ഓരോരുത്തരും. എന്നിട്ട് ഞാൻ തന്നെ എന്ത് ചെയ്യാം, അതിന് കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കുക. എന്നിട്ട് എനിക്ക് ഇഷ്ടമില്ല, എനിക്കിപ്പോ ചുമയനെ ആരാധിക്കണം എന്നാണ് തോന്നുന്നു, ഞാൻ ചുമയനെ ആരാധിക്കും. ഭയങ്കര ചൂടുള്ള നാട്ടിൽ എനിക്ക് ഭയങ്കര ആശയം നൽകാൻ എ സി ആണെങ്കിൽ ഞാൻ ആ എ സിനെ ആരാധിക്കും, അത് ഫാനാണെങ്കിൽ ഫാനിനെ ആരാധിക്കും. ഓരോരുത്തരും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതിനെ ആരാധിക്കാൻ. ലോകത്തെ ഏറ്റവും വലിയ ദുരന്തമാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ആളില്ലാത്തൊരു കാലം വരും. ഖിയാമത്ത് നാളിന് മുമ്പ് റസൂൽ പറഞ്ഞില്ലേ? അതിന്റെ അർത്ഥം എന്താ? പല ആളുകൾ പല ഭാഗങ്ങളിലേക്ക് പല രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അതിൽ പെട്ട ഒന്നാണ് ഓരോരുത്തർക്കും തോന്നുന്നതിനെ അവരെന്താക്കി മാറ്റുക, ആരാധിക്കാൻ. അതിന് ആരും ചോദ്യം ചെയ്യണ്ട. ഇതാണ് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതിനെ അവരവർ ആരാധ്യന്മാരാക്കി സ്വീകരിക്കുന്നു, നീ കണ്ടുപോ എന്ന് എന്നിരിക്കെ അങ്ങനെ സ്വീകരിക്കുന്ന ഒരാളുടെ കാര്യത്തിൽ നീ വക്കീലാണോ എന്നാ ചോദിക്കുക. എന്തിനാണ് അള്ളാഹു റസൂൽ അവർ നിയോഗിച്ചതിന് ഏറ്റവും പ്രധാന ലക്ഷ്യം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ? എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ്? ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല എന്ന നിഷേധത്തിന്റെ കാരണം എന്താ? ആദ്യത അവർക്ക് അല്ലാഹുവാണ് ആരാധ്യനല്ല. ഒരു ഇലാഹുമില്ല എന്ന് പറയണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? കുറെ ഇലാഹുകൾ ഉണ്ടായിരുന്നു, ആ ഇലാഹുകളൊക്കെ നിഷേധിക്കുകയാണ്. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. മനസ്സിലായി? അപ്പൊ എനിക്കൊരു ഇലാഹ്, എന്റെ ഇഷ്ടത്തിന് എനിക്കൊരു ഇലാഹ്, ഓരോരുത്തർക്കും ഓരോ ഇലാഹ്. ഇന്ന് നമ്മുടെ നാട്ടിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ കാണുന്ന ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം ഈ മമ്പറം ധ്യാനത്തിനോടായിരിക്കും. അപ്പൊ ആൾക്കാർ ആരാമത്തിന് അവിടെ പോവാം. ചില ആൾക്കാർക്ക് ഏർവാടി കഴിഞ്ഞിട്ട് വേറെ ഉള്ളൂ, പോലെ അവിടെ പോവുക. ചില ആ ആൾക്കാർക്ക് മമ്പറത്ത് വലിയൊരു ഇത് പോരാ. ചില ആൾക്കാർക്ക് മുനമ്പത്തായിരിക്കും, അവിടെ ഉള്ളവർക്ക് മമ്പറം വലിയൊരു ഇത് പോരാ, ഒരു കഥ ആയിരിക്കും. നമ്മുടെ നാട്ടിലൊരു ചെറിയ 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 സമൂഹത്തെ എടുത്തോളിക്കാൻ ഇതൊക്കെ ഓരോ ഇലാഹുകളാണ്, ഇതൊക്കെ ഓരോ ഇലാഹുകളാണ്. പറഞ്ഞ മനസ്സിലാവട്ടെ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പണ്ട് ഈ കണ്ണൂര് ഒരു തീരദേശത്ത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ്, ഒരു 8-10 കൊല്ലം മുമ്പ് ഈ നിച്ചപ്രൂത്തിന്റെ ദേവത്വമായി ബന്ധപ്പെട്ട് ഒരു സ്കൂളിന് വെക്കേഷനൊക്കെ സ്കൂളിൽ പോയി. ഞാൻ ഒരു സ്കൂളിന് പോയപ്പോ ഉണ്ടായ അനുഭവം ഞാൻ പറഞ്ഞില്ല. ആ സ്കൂളിന് പോയപ്പോ ഞങ്ങളിങ്ങനെ ഓരോ വീടുകളിൽ ഇങ്ങനെ കയറിയിട്ട് തൗഹീദ് ലിസാൻ താഴത്ത് പറയാം. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് ക്രിസ്ത്യാനികളാണ്. ആ ഏരിയയിൽ, ഞങ്ങളാ പോയ ഏരിയയിൽ കൂടുതൽ ക്രിസ്ത്യാനികളാണ്. കണ്ണൂർ ആ ഒരു തീരദേശം, അതിന്റെ പേര് കൂടുമല്ല, എന്താ ചമ്പ അങ്ങനത്തെ ഒരു സ്ഥലം തോന്നുന്നത്. ആ പ്രദേശം കണ്ണൂര് കൂടുതലും ഇവരാണ് ഈ ക്രിസ്ത്യാനികളാണ്. അപ്പൊ നമ്മള് കയറി ചെന്ന് ആ ക്രിസ്ത്യൻ വീട്ടിൽ നമ്മളെന്ത് പറയും? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ചില ആൾക്കാർക്ക് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാകാം. ഒരു നമ്മൾ പറഞ്ഞ ആയിക്കോട്ടെ എന്നാണ് ഒരു. ചില ആൾക്കാർ സംസാരിക്കാനിരിക്കും, നിങ്ങൾ ഇരിക്കും സംസാരിക്കാൻ. അങ്ങനെ ഒരു വീട്ടിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പ്രായമായാണ്. സംസാരിച്ചിങ്ങനെ തുടങ്ങിയപ്പോൾ ഞങ്ങള് ഈസാ നബിനെ പറ്റി, ഈസാ നബിനെ ഇവരിപ്പോ ആരാധിക്കുന്നതിനെ പറ്റി, ഈസാ നബിനെ ഖുർആനിൽ പറഞ്ഞതിനെ പറ്റി ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ഈസാനെ ആരാധിക്കാൻ പറഞ്ഞപ്പോ അവര് ചോദിച്ചൊരു ചോദ്യമുണ്ട്.
അവര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം, നിങ്ങൾ മുസ്ലിമീങ്ങളല്ലേ, നമ്മൾ തൊട്ട് ഈ അലോകത്തിലുള്ള മുസ്ലിമീങ്ങളോട് ചെന്നിട്ട് അവരെ കണ്ടാ പോണത്, ഞങ്ങൾക്ക് ഈ ഫോട്ടോ വെച്ചാൽ ഇതിൽ ഞങ്ങൾ യേശുവിന്റെ ഫോട്ടോ വെച്ച് നിങ്ങൾ കിടത്തിയ ആ ജാറത്ത് ചെന്നിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ യേശുവിനോട് സങ്കടം പറയുന്നു, യേശുവിനോട് പരാതി പറയുന്നു, യേശുവിനോട് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി യേശുവിനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളോ മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷം ചെയ്യുന്നത് ഇതേ സംഗതി ജാറത്ത് പോയിട്ടില്ല പറഞ്ഞത്. ഇത് നാട്ടിലാണ്, ഇത് കിടത്തിരിക്കുന്നതല്ലാതെ പറഞ്ഞത്. ഒന്നും എന്തേ പറയണ്ടോ? മറുപടി എന്തേ പറയണ്ടോ? എന്തേ പറയണ്ടോ? ഒന്നും പറയാനില്ല, ഒന്നും മറുപടി ഒന്നും പറയാനില്ല. ഇത് ഒരു അവസ്ഥ. ഏതാണ് ഞാൻ പറഞ്ഞത്? ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ളതിനെ ഇലാഹാക്കി മാറ്റിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് നിയോഗിച്ചത് എന്തിനാ? അത് റസൂൽ ശരിക്കും പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? ശരിക്കും അത് ബോധ്യപ്പെടുത്തി തന്നോയില്ലേ? ബോധ്യപ്പെടുത്തി തന്നു. അതിന് തെളിവാണെന്ത്? ഇങ്ങനെ ഒരു പോയത്തക്കാരനായി പരിഹസിച്ച് ആൾക്കാർ കളിയാക്കി നടന്ന അള്ളാഹുവിന്റെ റസൂലാണ് വളരെ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് ആ സമൂഹത്തെ മാറ്റിയിട്ട് നബി. എന്തിനാണ് നബി ഇറാഖോയിൽ പോയിരുന്നത്? ഇറാഖോയും കാബയും തമ്മിൽ നമ്മുടെ മക്കത്ത് പോകാത്ര കുറവായിരിക്കുമല്ലോ. ഇറാഖോയും കാബയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? കിലോമീറ്ററുകൾ വ്യത്യാസം ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഇറാഖോയിന്റെ മേലെ കുതിരെ മേലെ നോക്കി ഇതുവരെ കാബ ശരിക്കും കാണാം. അങ്ങനെ മേലത്തെ കീഴ്പോട്ടൊക്കെ കാണാം, പള്ളി അടക്കം കാണാം. അത്രയും ദൂരേ ഉള്ളൂ അല്ലെ? എന്തുകൊണ്ടാണ് നബി ഇറാഖോയിൽ പോയിരുന്നത്? നമ്മളെ ചരിത്രം പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്തായിരുന്നു കാബന്റെ അവസ്ഥ? കാബ ആരുണ്ടാക്കിയതാ? ഇബ്രാഹിം ഇസ്മായിലൊക്കെ ഉണ്ടാക്കി. എന്തിനുണ്ടാക്കിയതാ? അള്ളാഹനെ മാത്രം ആരാധിക്കാൻ മതി അല്ലെ? എന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് പ്രബോധനം നടത്തുന്ന ജീവിക്കുന്ന കാലത്ത് ആ കാബന്റെ അവസ്ഥ എന്തായിരുന്നു? കാബന്റെ ഉള്ളിൽ നിറയെ, ഇന്നത്തെ കാബന്റെ ഉള്ളിൽ നിറയെ വിഗ്രഹമായിരുന്നു. വിഗ്രഹം അത് ഒന്നും രണ്ടെന്നല്ല, ഓരോരുത്തർക്ക് ഇഷ്ടം കൊണ്ടേ. അതാണ് അവനവന് ഇഷ്ടമല്ലേ? അവനവേസ് ഇന്നല്ല, ഇന്ന് തുടങ്ങിയതല്ല, അത് പണ്ടേ ഉള്ളതാണ്. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതിനെ കൊണ്ടിട്ട് അവിടെ കൊണ്ട് ഓരോ ഗോത്രക്കാരുടെ ദൈവത്തെ, ഒരു ഗോത്രത്തിലൊരു ദൈവം, മറ്റേ ഗോത്രത്തിൽ മറ്റേതൊക്കെ എന്തിനാണ്? ആരാധിക്കാനാണ്. ഇവരെ സങ്കടങ്ങളും വേവലാതികളും പറയാനാണ്, ഇവർ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനാണ്. ഓരോ ദൈവത്തെ കൊണ്ടുവച്ചു ഈ കാബന്റെ ഉള്ളിൽ. കാബ നിറയെ ദൈവങ്ങളായിരുന്നു, വിഗ്രഹങ്ങളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങി ഇറാഖോയിന്ന്. നബി ഇറങ്ങി വന്നു. സാധാരണക്കാരായ ആൾക്കാരെ വിളിച്ചു, കുടുംബക്കാരെ വിളിച്ചു, ബന്ധുക്കളെ വിളിച്ചിട്ടാ പറഞ്ഞത്. നബിന്റെ ഗോത്ര ഖുറൈശികള്, അവരാണ് കാബന്റെ ഇതിലെ ആൾക്കാര്. ഓരോടാ പറഞ്ഞത്, ഈ കാബന്റെ ഉള്ളിലുള്ള വിഗ്രഹങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പ്രഖ്യാപിച്ചു. അപ്പോഴെന്തായത്? നബി ആരായത്? പരിഹാസ കഥാപാത്രമായത്, ഒരു മൈന്തി ചങ്ങലയായത്, എല്ലാവർക്കും കളിയാക്കാനുള്ള ഒരാളായത്. ആ റസൂല് ഏതാനും കൊല്ലങ്ങൾ കൊണ്ട്, 23 കൊല്ലം കൊണ്ടുണ്ടാക്കിയ മാറ്റം എന്താണ്? ആ കാബന്റെ ഉള്ളിൽ നിന്ന് സകല വിഗ്രഹങ്ങളെയും പുറത്താക്കാൻ എനിക്ക് പറ്റി. അവരായാലും നടപ്പിൽ വരുത്തില്ലേ? ഇവര് കളിയാക്കി പരിഹസിച്ച ഈ ഒരു പരിഹാസ കഥാപാത്രമായ റസൂലിന് ഇത് ചെയ്യാൻ പറ്റില്ല. ലായിലാഹില്ലെന്ന റസൂൽ പഠിപ്പിച്ചു കൊടുത്തോ ഇല്ലെന്നാ ഞാൻ ചോദിക്കുന്നത്. റസൂൽ പഠിപ്പിച്ചു കൊടുത്തില്ലേ? ബോധ്യപ്പെടുത്തി കൊടുത്തില്ലേ? അന്നത്തെ ആളുകൾക്ക് മുഴുവൻ ബോധ്യപ്പെട്ടില്ലേ? ഇങ്ങനെ ഇത് ബോധ്യപ്പെടുത്തി തന്നിട്ടും ആളുകൾ ഇപ്പോഴും എന്താ ഉള്ളത്? അഷ്ഹദു അന്ന മുഹമ്മദ് റസൂൽ എന്ന് പറഞ്ഞ ആൾക്കാര് അതിന് മുന്നിൽ എന്താ ഉള്ളത്? അഷ്ഹദു അന്ന മുഹമ്മദ് റസൂൽ എന്നതിന്റെ മുന്നിൽ എന്താ? അഷ്ഹദു അന്ന മുഹമ്മദ് റസൂൽ എന്നതിന്റെ മുന്നിൽ എന്താ? അഷ്ഹദു അഷ്ഹദു മുഹമ്മദ് റസൂൽ എന്നുള്ള രണ്ടാമത്തെ അംഗീകരിക്കുന്ന ആൾക്കാർ ഒന്നാമത്തെ അംഗീകരിക്കണില്ല. ഷഹാദത്ത് കലിമ എന്നാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ആണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് ആൾ വന്നാൽ ഷഹാദത്ത് കലിമ കൊടുത്തത് എങ്ങനെ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു അല്ലേ? വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അപ്പോൾ ഷഹാദത്തായത്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂൽ പറയുന്ന ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങൾക്കും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് തെറ്റിപ്പോയി. ഒന്നാമത്തെ ഭാഗം തെറ്റിപ്പോയി. ഷഹാദത്ത് കലിമ ഒന്നാമത്തെ ഭാഗം പോയി. ഇത് റസൂൽ പഠിപ്പിക്കാത്തത് കൊണ്ടാണോ? ഇനി എന്താ ചെയ്യുന്ന മനസ്സിലാക്കേണ്ടതോ?
അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വമാ അൻത അലൈഹിം ബിവക്കീൽ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വമാ അൻത അലൈഹിം ബിവക്കീൽ. കാരണം എന്താ? ഈ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എപ്പോഴും ബോധ്യപ്പെടാത്തവനെ എന്ത് ചെയ്യൂല? നബി എന്തല്ല? വക്കീലല്ല. നബി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് നബി ഡയറക്റ്റ് പഠിപ്പിക്കും, അല്ലെ? അല്ലെ? ഇപ്പൊ നബി ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതിപ്പോ ഉള്ള പഠിക്കേണ്ടി. അടുത്ത ആഴ്ച വായിച്ചോളി, അടുത്ത ആഴ്ച വായിക്കി. അപ്പൊ കിട്ടുന്നത് അതല്ല, അവരിൽ അധികം പേരും കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നില്ല. എന്ത് കേൾക്കണില്ല? കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നില്ല. എന്താ കേൾക്കാത്തത്? ഖുർആനാണ്. എന്താ ചിന്തിക്കാത്തത്? ഖുർആനെ പറ്റിയിട്ടാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താ? വായിച്ചോളി. കന്നുകാലികളെ പോലെയല്ലാതെ മറ്റെന്താ? കന്നുകാലിയല്ല, ബൽഹും അതല്ലും, അതിനേക്കാൾ വഴിപേച്ചവർ, നാക്കാലികളെക്കാൾ കന്നുകാലികളെക്കാൾ മോശം. ഈ ആയത്തിന്റെ ആശയം നമ്മൾ വേറൊരു ആയത്തില്, ഇതിനു മുമ്പ് നമ്മൾ കേട്ട ആയത്ത് അനാമലായത്തെ കൊണ്ടല്ലോ. ഇതൊക്കെ ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അളൽ. അതെന്നെ ഈ പറഞ്ഞു ആ ആയത്തിന്റെ അതിന്റെ ആശയമാണ് ഈ ആയത്ത്. അപ്പൊ ഖുർആൻ കേൾക്കണം, ഖുർആൻ പഠിക്കണം. ചിന്തിക്കാന്ന് പറഞ്ഞാല് എന്താ? അപ്പൊ ചിന്തനെ പറ്റി പറയുമ്പോൾ ചിന്തിക്കാൻ പറഞ്ഞാൽ ഖുർആന് പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ചിന്തിക്കാനല്ല. ഇന്നിപ്പോ ആൾക്കാരെങ്ങനെ പറയണ്ടേ? ഖുർആനിൽ പറഞ്ഞത് ശരിയാണെന്ന് ചിന്തിക്കാനാണോ? ഖുർആനിൽ പറഞ്ഞത് എന്തായിരിക്കും? ശരി തന്നെയാണ്. ശരിയല്ലാത്ത ഖുർആനിൽ പറയോ? ഇല്ല. പക്ഷെ പിന്നെ ചിന്തിക്കാന്ന് പറഞ്ഞാ പഠിക്കാനാണ്. ചിന്തിക്കാന്ന് അർത്ഥം പഠിക്കാനാണ്. പഠിക്കണമെന്ന ആലോചന വരുള്ളൂ. ഖുർആനിൽ സ്വർഗം പറയണം. അപ്പൊ നമ്മളിങ്ങനെ ഗവേഷണം, സ്വർഗം ഉണ്ടോ സ്വർഗം ഇല്ലേ ഗവേഷണം. അതാണോ പറഞ്ഞത്? ആണോ? ഖുർആൻ അല്ല പറഞ്ഞ നരകം. അപ്പൊ ചിന്തിക്കാൻ, നരകത്തെ പറ്റി ചിന്തിക്കാനാല് നരകം ഉണ്ടോ ഇല്ലെന്ന് ചിന്തിക്കാനാ പറഞ്ഞത്? ആണോ? അള്ള പറഞ്ഞ സത്യാണ്, അതിൽ ചിന്തിക്കണ്ട. പിന്നെ ചിന്തിക്കാൻ പറഞ്ഞത് എന്താണ്? കുറച്ചോനെ ഇന്റെ പ്രവൃത്തി നരകത്തിൽ എത്തുവോ? ചിന്ത മനസ്സിലായ? എന്റെ അമല് എന്റെ സ്വർഗത്തിലേക്ക് എത്തിക്കോ, എന്റെ അമല് എന്റെ നരകത്തിലേക്ക് എത്തിക്കോ? ഇതാണ് ചിന്തിക്കാൻ പറഞ്ഞത്. അത് മനസ്സിലായില്ല. ഇത് പറയാൻ കാരണമുണ്ട്. ഇന്ന് ഖുർആനെ പറ്റി, പ്രമാണങ്ങളെ പറ്റി ചിന്തിക്കാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. റസൂലുള്ളാഹിയിൽ നിന്ന് സ്വഹീഹായി വന്ന ഒരു ഹദീസ് വഹിയാണ്. അത് സ്വീകരിക്കണമെങ്കിൽ എന്റെ ബുദ്ധിക്ക് നിരക്കാത്തത് ഞാൻ സ്വീകരിക്കൂല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പറഞ്ഞ മനസ്സിലായില്ല? ബുദ്ധിക്ക് നിരക്കാത്തത്. അപ്പൊ സ്വഹീഹായ ഹദീസ് ആണെങ്കിൽ ബുദ്ധിക്ക് നിരക്കാത്തത് സ്വീകരിക്കുന്നതിന്റെ അർത്ഥം എന്താ? നമ്മളെ ബുദ്ധിക്ക് പരിമിതിണ്ട്, കണ്ണിന് കാഴ്ചക്ക് പരിമിതിണ്ട്, അല്ലേ? ഉറപ്പല്ലേ? അപ്പൊ എന്റെ ബുദ്ധിക്ക് യോജിക്കണില്ലാതെ അള്ള പറഞ്ഞ സംഗതി ഒഴിവാക്കാൻ പറ്റുമോ? ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ ഭൗതികമായിട്ട് ബുദ്ധിയാണ് എന്താ? പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യം, അല്ലെ? ആണോ? ബുദ്ധി എന്ന് പറഞ്ഞ സംഗതി എന്താ? പഞ്ചേന്ദ്രിയങ്ങൾക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഖുർആനില് സ്വർഗ്ഗം നരകം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ആർക്കാ മനസ്സിലാക്കാൻ പറ്റുക? പിന്നെ ഞങ്ങൾ വിശ്വസിക്കണം എന്താണ്? അള്ള ഖുർആനിൽ പറഞ്ഞു, ഖുർആൻ സത്യാണ്, വിശ്വസിക്കുന്നു. സമീഅന വഅതഅന. അവിടെ എന്ത് ചെയ്യാം? ബുദ്ധിയില്ല. പിന്നെ ഖുർആനിൽ ചിന്തിക്കാൻ പറഞ്ഞ സംഗതികളൊക്കെ എന്താണ്? ഈ പറഞ്ഞ സംഗതി മനസ്സിലായി? സ്വർഗത്തിന് ജ്ഞാനത്തോ നരകത്തിന് ജ്ഞാനത്തിന്റെ പ്രവൃത്തി എന്താണ്, രാജ്യത്തിന്റെ ലോകത്തിന്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ പറ്റി ചിന്തിക്കാനാണ് പറഞ്ഞത്. അല്ലാതെ പ്രമാണങ്ങളിൽ പറഞ്ഞ കാര്യം ശരിയാണോ തെറ്റാണോ ചിന്തിക്കാനല്ല പറഞ്ഞത്. മനുഷ്യന്റെ ബുദ്ധിക്ക് പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ഉറപ്പല്ലേ? ഒരു 100 കൊല്ലം മുമ്പുള്ള ആളെ ബുദ്ധിയാണെന്ന്? ആണോ? അല്ല.
ഇന്നിപ്പോ ഏതാ കാലഘട്ടം? AI-ന്റെ കാലഘട്ടം അല്ലെ? മുമ്പ് ഉണ്ടായിരുന്നോ? ഇല്ല. ഇനി ഇതിനേക്കാൾ കാലഘട്ടം. അപ്പൊ മനുഷ്യന്റെ ബുദ്ധിക്ക് പരിമിതി ഉണ്ടോ ഇല്ലേ? ഉറപ്പല്ലേ? അപ്പൊ എന്റെ ബുദ്ധിക്ക് മനസ്സിലാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് നിഷേധിച്ചെടുത്താൽ പോയി. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഏറെ കാര്യങ്ങളും ലോകാവസാനത്ത് സംഭവിക്കാൻ പോണ കാര്യങ്ങളല്ലേ? അല്ലേ? അല്ലേ? ഞാൻ പോയിട്ട് പറയണത് എന്റെ ബുദ്ധിക്ക് ഇത് യോജിക്കണില്ല എന്ന് പറഞ്ഞാൽ എന്റെ ബുദ്ധിക്ക് പരിമിതി എന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കണില്ല എന്നതിന്റെ അർത്ഥം. അമാഅൻത വക്കീൽ എന്ന ഭാഗത്തിന്റെ അവസാന ആയത്തത് നബിയോട് എന്തുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാണ് ചോദിച്ചത്. എന്താണ്? പിന്നെ അപ്പൊ അൻത തഖൂറു അലൈഹി വക്കീല. ഓരോരുത്തരും അവരവന്റെ ഇഷ്ടപ്രകാരം ഓരോ ഇസ്സത്താക്കി ജീവിക്കുകയാണെങ്കിൽ പിന്നെ അള്ളാഹു റസൂലിനെ പിന്നെ പ്രസക്തിണ്ടോ? റസൂൽ കൊണ്ടുവന്ന കാര്യത്തിന് പ്രസക്തിണ്ടോ? ഇല്ല. അപ്പൊ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ബോധ്യപ്പെടുത്തിയിരുന്നു. വേണ്ടവർക്ക് സ്വീകരിക്കാം, അതിന്റെ ഗുണം അവർക്കാണ്. തള്ളിക്കളഞ്ഞാൽ അതിന്റെ ദോഷവും അവർക്ക് തന്നെയാണ്. ക്ലിയറായ കാര്യം? ആയത്ത് മനസ്സിലായില്ലേ? നമുക്ക് ഒരു ആയത്തിനെ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത് നമുക്ക് പഠിക്കുക. ആയത്തോട് അവസാനിക്കുകയാണ്. അടുത്ത ആയത്ത് നമുക്ക് പഠിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. ആ ആയത്ത് ഞാനൊന്ന് ആയത്ത് കേൾപ്പിച്ചിട്ട് അവസാനിപ്പിക്കാൻ അർത്ഥമൊന്നും പറയണില്ല. അത് ശരിക്കും എന്താണെന്നറിയോ? നമുക്ക് നമ്മുടെ മരണത്തെ കുറിച്ചുള്ള, അതായത് നമ്മളെ ഇപ്പൊ ഈ പറഞ്ഞ് അവസാനിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലെ? ഈ ആയത്തിന്റെ ആശയം എന്താണ് നമുക്ക് മനസ്സിലായത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലെ? നമ്മൾ ജീവിച്ച് മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ? ആണോ? ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. എങ്കിൽ സഹോദരങ്ങൾ നമ്മൾ ചിന്തിക്കുക, എന്നും അല്ലാഹു തആല നമ്മളെ മരിപ്പിക്കുന്നു, എന്നും നമ്മൾ മരിക്കുന്നു. എന്നും രാത്രി ഉറക്കം ഒരു മരണമാണ്. ചില ആൾക്കാർ ഉറങ്ങിയിട്ട് പിന്നെ എണീക്കണില്ല, ഉറങ്ങിയതാണ് പിന്നെ എഴുന്നേറ്റിട്ടില്ല. ആ ഉറക്കം തന്നെയാണ് അവന്റെ മരണം. നമ്മൾ ഉറങ്ങി, പക്ഷെ നമ്മൾ എഴുന്നേറ്റു. അതിന്റെ കാരണമുണ്ട്. എന്താണ് ആ കാരണം? അള്ളാഹു എഴുന്നേൽപ്പിച്ചതാണ്. കുറച്ചുകൂടി ഒരു നിശ്ചിത അവധി, ഒരു അജല് ബാക്കിയുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്നും മരിച്ചു നീക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു അൽഹംദുലില്ലാഹി അഹ്യാന ബഅദ മമാതന വലയിൽ, ഈ മടക്കം അവനിലേക്ക് തന്നെ. ഇത് വലിയൊരു ആശയം. ഇത് നമ്മളെ മനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എന്നും ഈമാൻ നിലനിർത്തി ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നലെ രാത്രി നമ്മൾ മരിച്ചിരുന്നു എന്നൊരു സത്യം ഉൾക്കൊള്ളണം അള്ളാഹ് പറഞ്ഞുതരാം. സുബ്ഹാനല്ലാഹ്. ഇന്നലെ രാത്രി മരിച്ചിരുന്നു എന്ന സത്യം അള്ളാഹ് പറഞ്ഞുതരാം. എന്നിട്ട് എഴുന്നേറ്റതാണ്. എന്തുകൊണ്ടാണ്? പല ആൾക്കാരും ഉറങ്ങിയിട്ട് എഴുന്നേൽക്കണില്ല, അങ്ങനെ തന്നെ മരിച്ചു പോവുകയാണ്. പക്ഷെ നിങ്ങൾ എഴുന്നേറ്റത് എന്തുകൊണ്ടാണ്? ഒരു നിശ്ചിത അവധിയുണ്ട്. ഇനി ഉണരാത്ത ഒരു ഉറക്കം, ഉണരാത്ത ഒരു ഉറക്കം, അതാണ് മരണം എന്നേക്കുമുള്ളത്. അത് നിങ്ങളെ കാത്തിരിക്കുന്നു എന്നതാണ് നമുക്ക് പഠിക്കാനുള്ള അടുത്ത ആയത്ത്. എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ആ ചില ആയത്തിൽ ഒരു പ്രത്യേകത എന്താ പറയുക? അത് പഠിക്കാതെ പോയാൽ അതിൽ ചില പ്രാർത്ഥന വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന വരുന്ന ആയത്തെ പഠിക്കാൻ പോകുന്നത് അടുത്ത ആയത്ത്. ആ പ്രാർത്ഥന നമുക്ക് ഈ ആയത്തിൽ നിന്നാണ് കിട്ടാനുള്ളത്. അത് ഈ ആയത്ത് പഠിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഇവിടെ ആ പ്രാർത്ഥന പഠിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഈ ആയത്ത് ഒന്ന് കേട്ടിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും ആയത്തിലേക്ക് നോക്കാം. 42-ാമത്തെ ആയത്ത് സുബ്ഹാനല്ലാഹ്. എന്തെല്ലാം ഉണ്ടോ ആ ഉള്ളതെല്ലാം വിട്ടേച്ച് നമ്മളെ മക്കളെയും ഭാര്യ, കുടുംബം, നമ്മുടെ സമ്പത്ത്, സ്വത്ത്, വീട്, നാട്, ചങ്ങാതിമാര് എല്ലാം വിട്ട് ഉപേക്ഷിച്ചു കൊണ്ടുള്ള ഒരു മരണം എന്നൊരു സത്യം നമ്മളെ കാത്തിരിക്കുന്നു. ശരിക്കും അത് ഉൾക്കൊള്ളി ആയത്തെ ശരിക്കും അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഓതിയാൽ ഒരു മനുഷ്യനെ മാറ്റാൻ ഒരു പക്ഷേ ഈ ആയത്ത് തന്നെ മതിയാവും. കൂടുതലൊന്നും വേണ്ട. അത്രയും
ഹൃദയസ്പർക്കായിട്ടാണ് അള്ളാഹു ഈ ആയത്തിൽ അതിന്റെ ഘടന വരെ പറഞ്ഞിട്ടുള്ളത്. ശരി, ഒന്നുകൂടി കേൾക്കാൻ. ഈ ആയത്തെ ആവർത്തിച്ച് ഉള്ള പഠനവും ജീവിത നിയമങ്ങളും അതിന്റെ അർത്ഥവും ആശയമൊക്കെ അടുത്ത ക്ലാസ് നമുക്ക് പഠിക്കാം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നിർദ്ദേശം ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈമാനോട് കൂടി ജീവിച്ച് ഈമാൻ പൂർണ്ണമായ രൂപത്തിൽ കലിമത്ത് ഷഹാദത്ത് ചൊല്ലി തന്നെ മരണപ്പെടാനുള്ള ഭാഗ്യം നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.